ഈശോയുടെ സ്കൂളിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട മറ്റൊരു സ്കൂളാണ് മരിയൻ സ്കൂൾ, മാതാവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകണം. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള അവസരമാണ് നമ്മളൊരു മരിയൻ സ്കൂളിലെ പഠിക്കാൻ പറ്റിയ ചില പാഠങ്ങൾ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് അഭ്യസിക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ ഇവിടെ വന്നൊന്ന് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വേളാങ്കണ്ണി വന്നൊന്ന് കുമ്പസാരിക്കുക ഒരു അനുഗ്രഹമാണ്. മാതാവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോവുക. ചില ആളുകൾ പറയും, വർഷത്തിലൊരിക്കലൊന്ന് വേളാങ്കണ്ണി വന്നിട്ട് പോയാൽ എന്തൊരു എനർജിയാണ്, എന്തൊരു ഉന്മേഷമാണ്. കഷ്ടപ്പാട് നിറഞ്ഞ യാത്രയാണെങ്കിലും ഇവിടെ വരുന്ന എല്ലാ വർഷവും വരുന്നവരുണ്ട്. എല്ലാ വർഷവും വരുന്നവരെന്ന് കരമുയർത്താവോ? എല്ലാ വർഷവും ഇവിടെ വരുന്നവർ കുറേ പേര് എല്ലാ വർഷവും വരുന്നവരാണ്. അപ്പോൾ മാതാവിൻ്റെ സ്കൂളിലൂടെ പോകണം. ലൂക്കായുടെ സുവിശേഷം 2:52 വാക്യം, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ ഈശോയെ വളർത്തിയത് ആരാണ്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയത് ആരാണ്? പരിശുദ്ധമ്മയല്ലേ? അപ്പോൾ പരിശുദ്ധമ്മയുടെ സ്കൂളിലൂടെ കൂടി നമ്മൾ കടന്നു പോകണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും.